എനിക്കറിയില്ല ഡോക്ടർ. ഡോക്ടറുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഒരുപാട് മോഹിച്ചിട്ട് ഒടുക്ക സങ്കടപ്പെടാനാവും എന്റെ വിധി. മാളു, താൻ ഇനി ഒരു തീരുമാനം പറഞ്ഞില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിലെല്ലാം ഉണ്ട്. അപ്പോ നമ്മുടെ വിവാഹത്തിന് താനും തന്റെ വീട്ടുകാരും സമ്മതിക്കണമെങ്കിൽ അപ്പൂനെ എന്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം, അല്ലേ? അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും താൻ തയ്യാറല്ലേ? എന്നാൽ കേട്ടോളൂ, അപ്പോ ആഗ്രഹിക്കുന്നത് വരെ ആ വീട്ടിൽ കഴിയാമെന്ന് എന്റെ മമ്മി കൊടുത്ത വാക്ക്. ആ വാക്ക് എന്റെ മമ്മിക്ക് എന്നിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം എന്റെ ഭാര്യയാവാൻ പോകുന്ന ആൾക്കും എന്നിലുണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നിർബന്ധവും. സോറി മാളു, അപ്പോ ആഗ്രഹിക്കുന്നിടം വരെ അവൾ ആ വീട്ടിലുണ്ടാവും. ഒന്നിനു വേണ്ടിയും ആ വാക്ക് തെറ്റിക്കാൻ എനിക്ക് കഴിയില്ല. ഇനിയെല്ലാം തന്റെ ഇഷ്ടം. ഏയ് അപൂർവ, നമ്മളെയൊക്കെ മറന്നോടിയാർ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഓ, നമുക്കെന്ത് വിശേഷം ചങ്ങാതി. ഇതാ ഈ ഓടടാ ഓട്ടം. നമ്മൾ ഉണ്ടില്ലെങ്കിലും ഉണ്ണാൻ യോഗമുള്ളവനെ കണ്ടു നടക്കാം. അതാ ഒരു മെച്ചം. വൈഫിന്റെ ഡെലിവറി കഴിഞ്ഞോ? ഇല്ല, ഈ മാസം ഡേറ്റ് പറഞ്ഞിരിക്കുക. ഹോസ്പിറ്റൽ ചെലവിന് കാശൊപ്പിക്കാനുള്ള ഓട്ടത്തില. അല്ല, എന്നാലും താനാള് കൊള്ളാലോ. എന്തുപറ്റി? അല്ല, എത്ര നാൾ ഒരുമിച്ച് ജോലി ചെയ്തതാ. എന്നിട്ട് തനിക്കൊരു വാക്ക് എന്നോട് പറയാൻ തോന്നിയില്ലല്ലോ. എന്ത്? പത്രവാർത്ത ഞാൻ കണ്ടു. ഓ, അതാണോ? ഇതിലിപ്പോ എന്താ മാഷെ പ്രത്യേകിച്ച് പറയാൻ? ഇതൊന്നും വലിയ സംഭവമൊന്നും അല്ലല്ലോ. എന്നാലും തനിക്കെന്നോടൊന്ന് പറയായിരുന്നു. എടോ, താൻ സൂപ്പറാ. എനിക്കിപ്പോ തന്നോട് പഴയതിനേക്കാൾ സ്നേഹവും ഇഷ്ടവും ഒക്കെ തോന്നുകയാ. തന്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അതൊരിക്കലും ഇങ്ങനൊരു കാര്യത്തിനായിട്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ലടോ, അപ്പൊ താൻ വീട്ടിൽ നിന്ന് പെർമനന്റ് ആയിട്ട് പുറത്തായോ? ആ, ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. ചേ, അതെന്ത് വൃത്തിയായിട്ട് പരിപാടിയാണോ അവരീ കാണിക്കുന്നത്? സ്വന്തം കുഞ്ഞിന് ഒരു കുഴപ്പം വന്നാ അച്ഛനമ്മമാര് ഇതുപോലെയാണോ പെരുമാറുക? സൂർജേട്ടാ, ഇതൊരു കുഴപ്പമാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കുഴപ്പം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനാ. ശരിയാ, ഇയാൾ പറഞ്ഞത് വളരെ കറക്റ്റാ. കുഴപ്പം ആൾക്കാരുടെ അവസ്ഥയും മനസ്സും മനസ്സിലാക്കാൻ കഴിയാത്തവർക്കാ. ഇപ്പൊ താമസിക്കുന്നത് പത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ആന്റിക്കൊപ്പമാണോ? അതെ. അങ്ങനൊരു പോറ്റമ്മയെ കിട്ടിയത് തന്റെ നല്ല മനസ്സുകൊണ്ടാ അപൂർവ. സൂരജേട്ടാ, ഇനി എന്നെ അപ്പൂന്ന് വിളിച്ചാൽ മതി. അപൂർവ എന്ന പേര് ഞാൻ ഉപേക്ഷിക്കാൻ പോവാ. ഓക്കെ, ഡൺ. ഇന്ന് മുതൽ അപ്പു. ഇപ്പൊ എങ്ങോട്ട് പോകുന്നു? ഞാനൊരാളെ കാണാൻ പോയതാ. ഓ, ഞാനിപ്പോ താമസിക്കുന്ന ആന്റിയുടെ വീട് ഇവിടെ അടുത്താ. അപ്പൊ കോളേജിൽ പോകുന്നില്ലേ? ഞാൻ വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ട്. പഠിക്കണം, പഠിച്ച് വലിയ ആളാവണം. തനിക്കതിന് കഴിയും. തന്റെ പടം പത്രത്തിൽ വന്നത് ഞാൻ എൻ്റെ വൈഫിന് കാണിച്ചു കൊടുത്തപ്പോൾ അവൾ എന്താ പറഞ്ഞെന്നറിയോ തന്നെ പറ്റി? തന്നെ കണ്ടാലേ അറിയാം ആളൊരു ബ്രില്യൻ്റ് കക്ഷിയാണെന്ന്. എൻ്റെ ഫ്രണ്ടായി പോയതാ ആകെയുള്ളൊരു കുഴപ്പമൊന്ന്. ചേച്ചിയോട് എൻ്റെ വക ഒരു താങ്ക്സ് പറയണം. എടോ, ഒരു മിനിറ്റ്, നമുക്കൊരു സെൽഫി എടുക്കാം. എന്റെ വൈഫിന്റെ ഫ്രണ്ട്സിന്റെ മുമ്പില് അപ്പു എന്റെ ചങ്ക് ബ്രോയാണെന്ന് പറഞ്ഞ് എനിക്കൊന്ന് സ്റ്റാർ ആവാലോ. ഓ, എനിക്കും ആരാധകരോ? എന്താ സംശയം? താനൊരു റിയൽ സ്റ്റാർ തന്നെയാ. അതെ, എന്റെ വൈഫിന്റെ ഡെലിവറി കഴിയുമ്പോ തന്നെ ഞാൻ അറിയിക്കാം. ഒരു ദിവസം അപ്പുവിന്റെ വീട്ടിൽ വരണം. എന്റെ ഭാര്യയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെന്താ, ഞാൻ വരാം. എന്നാ പോട്ടെടോ, ചെന്നിട്ട് വേണം ഓൺലൈൻ ആകാൻ. ശരി. ഓക്കെ.
അപ്പു, നിക്ക്. നീ എവിടെയായിരുന്നു ഇതുവരെ? ഒന്ന് പുറത്തു പോയിരുന്നു ആന്റി. 1-2 പേരെ കാണാനുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഡോക്ടർ അരവിന്ദും ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ ഡോക്ടറെ കണ്ട വിവരം ആന്റി എങ്ങനെ അറിഞ്ഞു? ഓ, ഡോക്ടർ ഇവിടുത്തെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമല്ലേ? അപ്പു, തൽക്കാലം സർജറിയുടെ കാര്യം മനസ്സിൽ നിന്ന് മാറ്റിവെക്കാൻ ജോബും ഞാനും നിന്നോട് പറഞ്ഞതല്ലേ? എന്നിട്ട് നീ ഞങ്ങളോട് പറയാതെ പിന്നെന്തിനാ പോയി സർജനെ കണ്ടത്? അത് വേണ്ടിയിരുന്നില്ല അപ്പു. ഞാൻ ഡോക്ടറെ കണ്ടതിൽ കുഴപ്പമൊന്നുമില്ല ആന്റി. എന്റെ കാര്യം എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ സർജറി മാറ്റിവെക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ഇന്ന് കണ്ടപ്പോ അരവിന്ദ് ഡോക്ടറും അങ്ങനെ തന്നെയാ പറഞ്ഞേ. കാര്യമൊക്കെ ശരി തന്നെയാ. എന്നാലും ഇത്ര ധൃതി പിടിച്ച് അത് വേണ്ട എന്നാ ജോബ് പറയുന്നത്. എന്റെയും അഭിപ്രായം അതുതന്നെയാ. വിജയ് നിനക്ക് വേണ്ടി കല്യാണാലോചന തുടങ്ങിയപ്പോഴല്ലേ നീ സർജറി ഉടനെ വേണമെന്നും പറഞ്ഞ് ഡോക്ടറെ പോയി കണ്ടത്? ഇവിടെ ഇപ്പൊ നിന്നെ അങ്ങനെ നിർബന്ധിക്കാനും ഭീഷണിപ്പെടുത്താനും ആരുമില്ലല്ലോ. അതുകൊണ്ട് പഠിത്തവും പരീക്ഷയൊക്കെ കഴിഞ്ഞ് സാവകാശം അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതിയെന്നാ ജോബ് പറയുന്നത്. അതാ നല്ലതെന്ന് എനിക്കും തോന്നി. നോ ആന്റി, എനിക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നീ ഇങ്ങനെ നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വാശി പിടിക്കുമ്പോ അതുകൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് നീ എന്താ അപ്പോ ആലോചിക്കാത്തത്? ഞാൻ സർജറി ചെയ്യുന്നോണ്ട് ആർക്ക് എന്ത് നഷ്ടം ഉണ്ടാവാൻ പോകുന്നത്? ഇനിയിപ്പോ ക്യാഷിന്റെ കാര്യം ആലോചിച്ചാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞതെങ്കിൽ അത് ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കോളാം. കാശിന്റെ കാര്യം ആലോചിച്ചല്ലോ ജോബ് നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്, ആണോ? അതുകൊണ്ട് ഇതുപോലുള്ള വർത്തമാനം എന്നോട് പറയരുത്. സോറി ആന്റി, ഞാൻ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോ അറിയാതെ. സാരമില്ല, പോട്ടെ. നഷ്ടങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പണത്തിന്റെ കാര്യം മാത്രമല്ല അപ്പു. അതിനപ്പുറം വിലപിടിപ്പുള്ള പലതും ഉണ്ട്, പല ബന്ധങ്ങളും. അപ്പുവിന്റെ ഈ പിടിവാശിയുടെ പേരിൽ അതൊക്കെ ഇല്ലാതാകുന്നത് നഷ്ടം തന്നെയാ. ആന്റി എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. അച്ഛൻ്റെ അമ്മയുടെയും കാര്യമാണെങ്കിൽ ഞാനിപ്പോൾ അവർക്കൊരു ബാധ്യതയല്ലല്ലോ. ആര് പറഞ്ഞു അപ്പു അങ്ങനെ? പെട്ടെന്നുണ്ടായ ഒരു ഇമോഷന്റെ പേരിൽ വിജയ് അങ്ങനെ ചെയ്തതും ഗീത നിന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതും അവർക്കൊന്നും സങ്കടമില്ലഞ്ഞിട്ടോ നിന്നെ വേണ്ടഞ്ഞിട്ടോ അല്ല. അങ്ങനെയായിരുന്നെങ്കിൽ നീ ഇവിടെയാണെന്ന് അറിഞ്ഞപ്പോ അവർക്ക് അന്വേഷിച്ചു വരേണ്ട കാര്യമില്ലല്ലോ. നിന്റെ പേരും പറഞ്ഞ് ഇതുവരെയുള്ള വിജയുടെയും ഗീതയുടെയും പിണക്കങ്ങളും പരാതികളും രഹസ്യമായിട്ടായിരുന്നു. ഇനി അതൊക്കെ ആ വീടിന് പുറത്തേക്ക് വളരാൻ പോവുക. വിജയും ഗീതയും സെപ്പറേറ്റഡ് ആകാൻ പോവുക. അതൊരു നഷ്ടം തന്നെയാ അപ്പു. നീ കാരണം ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ നഷ്ടം. അത് ശരി. അപ്പോൾ അവിടെ വരെയായി കാര്യങ്ങൾ. ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാ നിനക്ക് വേറൊന്നും തോന്നരുത്. നിന്റെ ഭർത്താവിന് ഇതിനൊക്കെ മുമ്പേ തന്നെ വല്ല മാനസിക പ്രശ്നം ഉണ്ടായിരുന്നോ? അല്ല, അങ്ങാടി തോറ്റതിന് അമ്മയോടൊന്ന് പറഞ്ഞതുപോലെയാണല്ലോ കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് ചോദിച്ചതാ. ബന്ധം ഒഴിയാത്രേ. അയാൾക്കിതെങ്ങനെ നിന്നോട് പറയാൻ തോന്നി ഗീത? അമ്പിമാമ സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. കുറച്ച് നാളായിട്ട് സമനില തെറ്റിയ പോലെ വിപിയുടെ പെരുമാറ്റം. അല്ലെങ്കിൽ അപ്പൂനെ എന്നെയും വീട്ടിൽ പൂട്ടിയിട്ട് കാവലിരിക്കാനും ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊല്ലാനൊന്നും ശ്രമിക്കില്ലല്ലോ. ഇനി അപ്പുവോടെ തുടർന്നാൽ ഒരിക്കൽ പിഴച്ച അടവൊക്കെ വിപി വീണ്ടും പ്രയോഗിക്കുമെന്ന് പേടിച്ചിട്ട് തന്നെയാ ഞാൻ എൻ്റെ അപ്പൂനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. അവൾക്ക് എന്താ സംഭവിക്കാന്ന് പോലും ആലോചിക്കാതെ. നീ ആ ചെയ്തത് അല്പം കടന്ന കൈയായി പോയി ഗീത. വിപിയോടുള്ള വാശിക്ക് നീ എന്ത് അവിവേകമാണ് കാണിച്ചത് മോളെ. ഭാഗ്യത്തിന് അപ്പൂനെ അന്ന് ആ ഡോക്ടർ കണ്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? നിങ്ങളോടുള്ള വാശിക്ക് അപ്പു ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയേനെ.
അങ്ങനെ പോയാൽ തന്നെ അവൾക്ക് തനിച്ച് എത്ര കാലം പിടിച്ചു നിൽക്കാനാവും? ഒന്നും അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ആ സന്ദർഭത്തിൽ വരും വരായികളെ കുറിച്ചൊന്നും ആലോചിക്കാൻ തോന്നിയില്ല. വിപിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ചെയ്യാനും തോന്നിയല്ലോ എന്നുള്ള ഷോക്കിലായിരുന്നു ഞാൻ. ആ പോട്ടെ, മറ്റൊരു തരത്തിൽ ആലോചിച്ചാൽ നിന്നെ അതിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. മറിച്ച് നീ ചെയ്തതിലൊരു ശരിയുണ്ട് താനും. ഇങ്ങനെ മനോനില തെറ്റി നിൽക്കുന്ന ഒരാളുള്ളടുത്ത് കൊച്ചിനെ നിർത്താത്തത് തന്നെയാ ബുദ്ധി. ആ അത് പോട്ടെ, വിപിയുടെ ഇപ്പോഴത്തെ തീരുമാനത്തിൽ എന്താ നിന്റെ നിലപാട്? സത്യം പറയാലോ, ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല. ആലോചിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതാ നേര്. എന്നാ ആലോചിക്കണം. ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തുകയും വേണം. ആ തീരുമാനം എന്തായിരിക്കണമെന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. വിപി ഇനി എന്തൊക്കെ ചന്ദ്രഹാസം ഇളക്കിയാലും നീ ഡിവോഴ്സിന് സമ്മതിക്കരുത്. അതിൽ കുറച്ചുള്ള കാര്യങ്ങളൊക്കെ മതി. ഞാൻ സമ്മതിക്കാതിരുന്നിട്ടും ഇനി കാര്യമില്ല. വിപി എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത് തീരുമാനിച്ചു? അയാൾ തീരുമാനിച്ചിങ്ങ് വരട്ടെ. ഒത്തുതീർപ്പ് കരാറുമായി വരുമ്പോ ആ കടലാസ് വലിച്ചു കയറിയാളുടെ മുഖത്തെറിയണം. അതാ വേണ്ടത്. ഞാൻ തമാശ പറഞ്ഞതല്ല ഗീത. ഇമാതിരിയുള്ള തോന്നിയാസങ്ങൾക്ക് അങ്ങനെയാ മറുപടി കൊടുക്കേണ്ടത്. അതിനുള്ള ആത്മബലവും തൻ്റെ ഇടവും ഒക്കെ നീ കാണിക്കണം ഗീത. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മനസ്സുകൊണ്ട് വിപി ഇപ്പോഴേ എന്നിൽ നിന്ന് ഒരുപാട് ദൂരെയായി കഴിഞ്ഞു എന്ന് എനിക്ക് ബോധ്യമായി. ഇനിയൊരു തിരിച്ചുവരവിന് വിപി ശ്രമിച്ചാൽ കൂടെ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഛേ, നിന്റെ മനസ്സും അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയോ ഗീത? നിങ്ങൾക്കൊക്കെ ഇതെന്താ പറ്റിയത്? കഷ്ടം. നിങ്ങളെക്കാളൊക്കെ ലോകം കൂടുതൽ കണ്ടതിന്റെ അനുഭവത്തിൽ പറയുകയാണെന്ന് വെച്ചോളൂ. ബന്ധം പിരിയാനും മാറി താമസിക്കാനും മാത്രം ഇതൊരു മഹാസംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പുവിന്റെ മനസ്സ് അങ്ങനെ ആയത് അവളുടെയോ നിങ്ങളുടെയോ കുറ്റം കൊണ്ടല്ലല്ലോ. അവളുടെ പ്രശ്നത്തിന് അപ്പുവായിട്ട് തന്നെ ഒരു പരിഹാരം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതിന് അവൾക്കൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതിന്റെ പേരിൽ തമ്മിത്തല്ലി പിരിയുകയല്ല വേണ്ടത്. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തിരുത്താനും മനസ്സിലാക്കാനും ശ്രമിക്കേണ്ട ആൾ വിപി അല്ലേ. ഏതൊക്കെ രീതിയിൽ പറഞ്ഞാലും വിപി അത് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഉറങ്ങുന്ന ഒരാളെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്ന ഒരാളെ അതിന് കഴിയില്ലല്ലോ. വിപിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. നീ ഈ കാര്യത്തിൽ വളരെ വ്യക്തവും ശക്തവുമായ ഒരു നിലപാട് തുടക്കത്തിൽ തന്നെ എടുക്കണം ഗീത. എന്തൊക്കെ തരത്തിലുള്ള പ്രകോപനം അയാളുടെ ഭാഗത്തുനിന്നുണ്ടായാലും നീ ഒരു കാരണവശാലും ഡിവോഴ്സിന് സമ്മതിക്കുകയേ ചെയ്യരുത്. അപ്പു എന്തായാലും ഇപ്പൊ അവിടെ ഇല്ലല്ലോ. ആ ഡോക്ടറുടെയും അമ്മയുടെയും കൂടെ എത്ര നാൾ വേണമെങ്കിലും അവൾക്ക് നിൽക്കാമെന്നല്ലേ പറഞ്ഞത്. അപ്പോ അപ്പുവിന്റെ കാര്യം സേഫ് ആണല്ലോ. പിന്നെ നിനക്കെന്തു പേടിക്കാനാ? മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിയാൻ നീ തയ്യാറല്ലെന്നറിയുമ്പോ വിപി ചിലപ്പോ കോർട്ടിൽ പോവുമായിരിക്കും. പോട്ടെന്നേ, അതപ്പം നമുക്ക് ആലോചിക്കാം. എന്നെക്കൊണ്ട് കഴിയുമ്പോഴൊക്കെ പിടിച്ചു നിൽക്കാൻ തന്നെയാണ് ഞാനും ശ്രമിക്കുന്നത്. വേണം, അതിന് നിനക്ക് കഴിയണം. അത് നിന്റെ മാത്രം നല്ലതിന് വേണ്ടിയല്ല. വിപിയുടെ മനസ്സിലെ ഈ കടൽ എപ്പോഴെങ്കിലും ഒന്ന് ശാന്തമാവാതിരിക്കില്ല. അപ്പോ ഈ ചെയ്തതിനൊക്കെ അയാൾ പശ്ചാത്തപിക്കുന്ന ഒരു കാലം ഉണ്ടാവും. അന്ന് നീയും അപ്പവും അയാൾക്കൊപ്പം ഉണ്ടാവണം. ഉണ്ടാവും, എനിക്കുറപ്പാ. നീ സമാധാനത്തോടെ പോയിട്ട് വാ. വിപിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോന്ന് ഞാനും എൻ്റെതായ വഴിക്കൊന്ന് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നോക്കാന്നേ. നീ ധൈര്യമായിട്ടിരിക്കേ. എന്നാ ഞാൻ പോട്ടെ. ശരി, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഒരു കാരണവശാലും വിപിയുടെ സമ്മർദ്ദത്തിന് നീ വഴങ്ങരുത്. എന്നാ ചെല്ല. ഇത്രയും നേരം കാണാതിരുന്നപ്പോൾ ഞാൻ കരുതി നീ വരില്ലായിരിക്കുമെന്ന്. വിളിച്ചു നോക്കാത്തത് മനഃപൂർവ്വ.
ഫോൺ എടുക്കാതിരുന്നാ പിന്നെ എന്റെ മൂഡ് മാറും. അപ്പൊ എന്തിനാ കാണണെന്ന് പറഞ്ഞത്? വെറുതെ നിന്നോട് കുറച്ചു നേരം സംസാരിക്കാൻ. എന്തേ, പറ്റില്ലേ? അതോ ഡോക്ടർ ജോബിൻ അലക്സിനെ ബാൻ ചെയ്ത പോലെ നീ എന്നെയും വിലക്കിയിരിക്കുവാണോ? അപ്പോ നീ ഇറിറ്റേറ്റ് ചെയ്യാതെ വിളിച്ച കാര്യം പറ. നിനക്കും നിന്റെ വീട്ടുകാർക്കും എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്യാം. തിരിച്ചായാലേ ഉള്ളൂ പ്രശ്നം, അല്ലേ? ശരി, സംസാരിക്കാൻ താല്പര്യമില്ലാത്തവരെ വെറുതെ നിർത്തി വിലപ്പെട്ട സമയം കളയുന്നില്ല. വാ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. സ്ട്രേറ്റ് ടു ദ ക്വസ്റ്റ്യൻ. ഒരേ ഒരു ചോദ്യം. പക്ഷേ അതിന് കൃത്യമായ മറുപടി നീ തന്നില്ലെങ്കിൽ ചോദ്യങ്ങൾ വീണ്ടും ഉണ്ടാവും. നീ ചോദിക്കാൻ വരുന്നത് ഡോക്ടർ? ഏയ്, ചോദ്യത്തിന് മുമ്പ് ഒരു ഉത്തരം വേണ്ട. ഓക്കെ? നീയും ഡോക്ടറുമായുള്ള പ്രശ്നത്തിൽ എന്റെ റോൾ എന്താ? അത് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. എന്താ, മറുപടിയില്ലേ? അപ്പോ നീയും ഞാനും തമ്മിൽ ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ ഡോക്ടറും ഞാനും തമ്മിൽ നീ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നവും ഇല്ല. ചില കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം ഞങ്ങളാൽ കഴിയുന്ന വിധം പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പിന്നെ നീ എന്തിനാ അതേക്കുറിച്ച് ബോധേഡാവുന്നത്? ആ ടോപ്പിക്ക് വിട്, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. ഓക്കെ, ടോപ്പിക് നമുക്ക് മാറ്റാം. പക്ഷെ ഇപ്പോഴല്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് കൺവിൻസിംഗ് ആയ മറുപടി നീ തന്നിട്ട് എന്നിട്ട് നമുക്ക് ഇന്റർനാഷണൽ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോ പ്ലീസ്, വഴക്കിട്ട് പിരിയാൻ താല്പര്യമില്ലാത്തോണ്ടാ നമുക്ക് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം, പ്ലീസ്. അതെ, നീ പറഞ്ഞ പോലെ വഴക്കിട്ട് പിരിയാൻ എനിക്കും താല്പര്യമില്ല. എനിക്കിത് ഡോക്ടറോടോ ആന്റിയോടോ നേരിട്ട് ചോദിക്കായിരുന്നു. പക്ഷെ അവരോടൊന്നും ഇത് ഡിസ്കസ് ചെയ്യാൻ നിൽക്കാതെ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്ക് നിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് നീ എനിക്കൊരു ഉത്തരം തന്നേ പറ്റൂ. എന്താ എന്റെ പേരിലുള്ള ഇഷ്യൂ? പറയാനല്ലേ പറഞ്ഞേ? അത് നീ അവിടെ സ്റ്റേ ചെയ്യുന്നതിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. അതെന്തുകൊണ്ടായിരിക്കുന്നു നിനക്ക് ഊഹിക്കാമല്ലോ. അച്ഛൻ്റെ അമ്മയുടെയും കാര്യം അവിടെ നിൽക്കട്ടെ. എനിക്കറിയേണ്ടത് നിന്റെ നിലപാടാ. ഞാൻ ഡേസി ആന്റിയുടെ വീട്ടിൽ നിൽക്കുന്നത് നിനക്കിഷ്ടമല്ലേ? ഞാൻ അവിടെ താമസിച്ചാ ഡോക്ടറുമായുള്ള ബന്ധത്തിൽ നിന്ന് നീ പിന്മാറൂന്ന് പറഞ്ഞു. മാളു നിന്നോടാ ചോദിച്ചത്. ആ, പറഞ്ഞു. അങ്ങനെ പറയേണ്ടി വന്നു എനിക്ക്. നോക്കപ്പോ നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എനിക്ക്. നിന്റെ വാലെ തൂങ്ങി നടന്നതിന് ക്യാമ്പസ് മുഴുവൻ വേണ്ടാത്ത കഥകളുണ്ടാക്കി. അതിന്റെ പേരില് എനിക്ക് ആദ്യം വന്ന പ്രപ്പോസൽ മുടങ്ങി. അതിനെ തുടർന്ന് എന്തെല്ലാം പ്രശ്നങ്ങൾ. ഒന്നിലും പെടാതെ ഒതുങ്ങിക്കൂടിയതാ ഞാൻ. ഡോക്ടർ ജോബിൻ കൂട്ടാവൻ വന്നപ്പോ മാക്സിമം ഒഴിഞ്ഞു മാറിയതാ ഞാൻ. പിന്നെ നിന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും നിന്നെ മറക്കാനും വേണ്ടിയാ ഞാൻ അയാളുമായിട്ട് കൂട്ടായത്. ജോബിൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്ന് ഉറപ്പായതിനു ശേഷം അയാൾ പ്രപ്പോസ് ചെയ്തപ്പോ ഞാൻ ഓക്കെ പറഞ്ഞത്. നിനക്കറിയാലോ എന്റെ വീട്ടുകാരുടെ സ്വഭാവം. കാസ്റ്റും റിലീജിയനും ഒന്നും നോക്കാതെ അവരിതൊക്കെ ഓക്കെ പറഞ്ഞത് ഡോക്ടറൊത്ത് എനിക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവുന്ന ഉറപ്പ് വരുത്തിയിട്ട് തന്നെയാണ്. എല്ലാം പറഞ്ഞുറപ്പിച്ച് രണ്ട് വീട്ടുകാരും തമ്മിൽ തീരുമാനം ഉറപ്പിക്കാനിരുന്നപ്പോ അവിടെ നീ കാരണം വീണ്ടും എന്റെ ജീവിതം. നീ താമസിക്കുന്ന വീട്ടിൽ ജോബിന്റെ ഭാര്യയായിട്ട് വന്നു കയറാൻ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ അപ്പോ നീ സീരിയസ് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. നീയും ഞാനും അവിടെ ഒരുമിച്ച് താമസിച്ചാൽ ആരൊക്കെ എന്തൊക്കെ കഥകൾ ഉണ്ടാക്കുന്നു. നമ്മുടെ കാര്യം പോട്ടെ, ജോബിനും അയാളുടെ അമ്മയ്ക്കും എന്തൊക്കെ ചീത്തപ്പേര് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഇനി അതും പോട്ടെ, നമ്മൾ തമ്മിൽ പോലും നല്ല രീതിയിൽ അവിടെ സ്നേഹത്തോടെ കഴിയാൻ പറ്റുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ എല്ലാ വശങ്ങളും ആലോചിച്ച് നോക്കിയതിന് ശേഷം ഞാൻ മാളു, ഇനഫ്.